തെക്കൻ കേരളത്തിലെ പൗരാണികവും പ്രസിദ്ധിയാർജിച്ചതുമായ ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി ദേവീക്ഷേത്രം. പ്രസിദ്ധമായ വെള്ളായണി കായലിന്റെ കരയിലാണ് പ്രശസ്തമായ ഈ ക്ഷേത്ര സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നും കന്യാകുമാരി റൂട്ടിൽ ഏകദേശം 11 കിലോമീറ്റർ സഞ്ചരിച്ച് വെള്ളായണി ജംഗ്ഷനിലെത്തി അവിടെ നിന്നും 1.5 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചാൽ ചരിത്രമുറങ്ങുന്ന ഈ മഹാക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരാം. തിരുവനന്തപുരം സെൻട്രൽ ആണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹങ്ങളിൽ ഒന്നാണ് വെള്ളായണി ക്ഷേത്രത്തിലെ ദേവീ വിഗ്രഹം. കാളീദേവി ഇവിടെ വടക്കോട്ട് ദർശനമായിരുന്നാണ് വാണരുളുന്നത്. ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യ കഥകളും പുറത്തു പറഞ്ഞു കേൾക്കുന്നു. പ്രധാനമായ ഒന്ന് ഇപ്രകാരമാണ്. ഒരിക്കൽ കേളൻ കുലശേഖരൻ എന്ന കൊല്ലൻ വെള്ളായണി കായലിന് സമീപം ദേവിയുടെ ദിവ്യചൈതന്യമുള്ള ഒരു തവളയെ കാണുകയുണ്ടായി. ഒരു സഹായിയുടെ സഹായത്തോടെ അദ്ദേഹം തവളയെ പിടികൂടി. അവർ ഈ വിഷയം നാട്ടിലെ നായർ പ്രമാണിമാരുടെ അടുക്കൽ എത്തിക്കുകയും അവരുടെ സഹായത്തോടെ കുലശേഖരൻ ദൈവിക ചൈതന്യമുണർത്തുന്ന തിരുമുടി അഥവാ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് പ്രബലമായ ഒരു ഐതിഹ്യം. സാധാരണ ദിവസങ്ങളിൽ വൈകുന്നേരം 5:30 നട തുറന്ന് രാത്രി 8 മണിക്ക് അടയ്ക്കുന്ന തരത്തിലാണ് വെള്ളായണി ക്ഷേത്രത്തിലെ ദർശന സമയം. ഞായർ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ 2 മണി വരെയും ക്ഷേത്രനട തുറന്നിരിക്കും. ഈ സമയം ദേവിക്ക് ഒരു പ്രത്യേക മധുപൂജ നടത്തുന്നു. കൂടാതെ എല്ലാ മലയാള മാസവും 1-ാം തീയതി ക്ഷേത്രം രാവിലെ 5:30 തുറന്ന് 8 മണിക്ക് അടയ്ക്കുകയും ചെയ്യുന്നു. അനിതര സാധാരണമായ പൂജാവിധികളാലും സവിശേഷമായ അനുഷ്ഠാന കർമ്മങ്ങളാലും കീർത്തികേട്ട ക്ഷേത്രഭൂമികയാണ് വെള്ളായണി. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഉത്സവാഘോഷ ചടങ്ങുകളാണ് വെള്ളായണി ക്ഷേത്രത്തിൽ അരങ്ങേറുന്നത്. ഓരോ 3 വർഷം കൂടുമ്പോഴും ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലായാണ് ഈ ഉത്സവാഘോഷ ചടങ്ങുകൾ നടന്നുവരുന്നത്. കാളിയൂട്ട് എന്ന പേരിലാണ് ഈ ഉത്സവ ചടങ്ങുകൾ അറിയപ്പെടുന്നത്. യഥാക്രമം നന്മയുടെയും തിന്മയുടെയും പ്രതിഷ്ഠകളായ ഭദ്രകാളിയുടെയും ദാരികയുടെയും ഉത്ഭവത്തിന്റെ നാടകീയമായ അവതരണമാണ് കാളിയൂട്ട്. ഏറെ വ്യത്യസ്തതയോടെയുള്ള ഒരു അനുഷ്ഠാന കലയാണ് കാളിയൂട്ട്. കളങ്കാവൽ, ഉച്ചബലി, ദിനബലി, പറന്നേറ്റ്, നിലത്തിൽ പോര് തുടങ്ങിയവയാണ് കാളിയൂട്ട് ഉത്സവത്തോടനുബന്ധിച്ചുള്ള പ്രധാന ആചാരങ്ങൾ. തങ്കത്തിരുമുടി അഥവാ പ്രധാന പ്രതിഷ്ഠയുടെ ദർശനം ഭക്തർക്ക് ജ്ഞാനോദയമായ അനുഭവമാണ് പകരുന്നത്.
കാളിയൂട്ട് ഭക്തർക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും നൽകുന്നു. കാളിയൂട്ട് ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് ഉത്സവത്തിന് സമാപന കുറിച്ചുകൊണ്ട് അരങ്ങേറുന്ന നിലത്തിൽ പോര്. ഈ ചടങ്ങിന്റെ അവസാന ഘട്ടത്തിൽ ദാരികൻ എന്ന രാക്ഷസൻ കരയുകയും ദേവിയോട് കരുണയ്ക്കായി യാചിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ദേവി ദാരികന്റെ ശിരസറുക്കുന്നു. കാളിയൂട്ട് മഹോത്സവത്തെ കൂടാതെ വെള്ളായണി ക്ഷേത്രത്തിലെ മറ്റൊരു സവിശേഷാവസരമാണ് മീനമാസത്തിലെ അശ്വതി നാളിൽ നടത്തപ്പെടുന്ന പൊങ്കാല. പ്രധാന ദേവതയായ ഭദ്രകാളിക്ക് പുറമെ വെള്ളായണി ക്ഷേത്രത്തിൽ ഉപദേവന്മാരായി ശിവൻ, ഗണപതി, നാഗരാജാവ് എന്നിവരും കുടികൊള്ളുന്നു. അഭയം തേടിയെത്തുന്ന ഭക്തലക്ഷങ്ങൾക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് കുടികൊള്ളുകയാണ് വെള്ളായണി ദേവി. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ദേവീക്ഷേത്രം, പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം, ശ്രീകണ്ഠേശ്വരം മഹാദേവക്ഷേത്രം എന്നീ തിരുവനന്തപുരം നഗരത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ കൂടി വെള്ളായണി ദേവിയെ ദർശിച്ച് മടങ്ങുന്ന ഭക്തർക്ക് വന്നെത്തി പ്രാർത്ഥിച്ച് മടങ്ങാവുന്നതാണ്.